ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണ്. വേറൊന്നുമല്ല, മട്ടൻ ഹണ്ടിയാണ്. മട്ടൻ ഉപയോഗിച്ച് ഞാൻ നാടൻ മട്ടൻ വിഭവങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാടൻ മട്ടൻ കറി എല്ലാം അതിൽ പെടും. ഇതുപോലെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ മട്ടൻ ഹണ്ടി. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും ആയിരിക്കും ഇത്. റൈസിന്റെ കൂടെയും മറ്റുള്ള മെയിൻ ഡിഷിന്റെ കൂടെ എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. നമുക്ക് എങ്ങനെ വളരെ വളരെ ഈസിയായി ഈ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ മട്ടൻ ഹണ്ടി തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഈ മട്ടനെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ബോണോട് കൂടിയ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാണ്. അടുത്തതായി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് 1/4 കപ്പ് തൈര് കൂടെ ചേർക്കണം. ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം മട്ടൻ പീസിൽ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. 1 മണിക്കൂർ വെച്ചതിന് ശേഷം വേണം നമുക്ക് മട്ടൻ ഹണ്ടി തയ്യാറാക്കിയെടുക്കാൻ. ഇതിനുവേണ്ടി ഞാൻ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായി നമുക്ക് മൺചട്ടി എടുക്കാം. ഇതിലോട്ട് ഞാൻ 50 ഗ്രാം ബട്ടർ ചേർക്കാണ്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. നമ്മുടെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. ആദ്യം മട്ടനിലെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വരും. അതിനുശേഷം ഇത് ഡ്രൈ ആയി വരും. ഈ മട്ടൺ പീസസ് നന്നായി ഫ്രൈ ചെയ്തതുപോലെ ആയി വരണം. ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൺ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. സെയിം പാനിലോട്ട് തന്നെ ഞാൻ 20 ഗ്രാം ബട്ടർ ചേർക്കാണ്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി മെൽറ്റായി വന്നിട്ടുള്ള ബട്ടറിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 2 ഏലക്കയും 3 ഗ്രാമ്പുമാണ് ചേർക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിനെ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം നമുക്കിതിനെ. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം, അതുവരെ വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം നമുക്കിതിനെ. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും ഏകദേശം 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ഇതിന്റെ റോസ് സ്മെൽ ഒന്ന് പോകട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ പീസസിനെ ഇതിലോട്ട് മാറ്റാം. മട്ടൺ പീസസിന്റെ പുറംഭാഗം എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടേ ഉള്ളൂ, നന്നായി കുക്കായി വന്നിട്ടില്ല. ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. 1/4 കപ്പ് ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഹോം മെയ്ഡ് ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത്. ഹോം മെയ്ഡ് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പൊ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യാനുസരണം നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഈ മട്ടൻ ഹണ്ടി പ്രഷർ കുക്കറിൽ ഒന്നല്ല വേവിച്ചെടുക്കേണ്ടത്. സാധാരണ അടുപ്പിൽ ചെറിയ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. നന്നായി തിളച്ചു വരുമ്പോൾ ഉപ്പ് ചേർക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇപ്പൊ നമ്മുടെ മട്ടൺ പീസസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലെ ഗ്രേവി ഒന്നുകൂടി ഒന്ന് തിക്കായി വരണം. കുറച്ചു നേരം കൂടെ നമുക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ മട്ടണിലെ എണ്ണയെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അവസാനമായി നമുക്ക് ഇതിലോട്ട് ഒരു പിടി മല്ലിയില ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഏകദേശം 10-15 മിനിറ്റിന് ശേഷം വേണം നമുക്ക് ഇത് സെർവ് ചെയ്യാൻ. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ മട്ടൺ റെസിപ്പി ആയിട്ടുള്ള മട്ടൺ ഹണ്ടി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് മുകളിൽ എണ്ണയെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.